കഴിഞ്ഞ വർഷമാണ് മകൻ മരിച്ചത്. ഇപ്പോൾ ഇതാ ആ കുടുംബത്തിന് ഗൃഹനാഥനായ ബിജുവിനെ കൂടി നഷ്ടമാവുകയാണ്. ഒരുപാട് സ്വപ്നങ്ങളോടുകൂടി ഉണ്ടാക്കിയ സ്വന്തം വീടാണ് ബിജുവിന് മരണം വിതച്ചുകൊണ്ട് ബിജുവിന്റെ ദേഹത്തേക്ക് അടർന്ന് പതിച്ചത് എന്നതുകൂടി ആ വിഷമം കൂട്ടുകയാണ്. മകൾ കോട്ടയത്ത് പഠിക്കുകയാണ്. അതുകൊണ്ട് ആ മകൾ ദുരന്തത്തിൽ നിന്ന് ഒഴിവായി ആ മകളുടെ ഒരു വിഷമവും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. നമുക്കൊന്ന് എറണാകുളം രാജഗിരി ആശുപത്രിയിലേക്ക് പോകാം. അവിടെയാണ് ഇപ്പോൾ സന്ധ്യയെ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇടതുകാലിന്റെ പരിക്ക് ഗുരുതരമാണ്. രക്തയോട്ടം വളരെ കുറവെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പ്ലാസ്റ്റിക് സർജറി, ഓർത്തോ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സംഘമാണ് സന്ധ്യയെ പരിശോധിക്കുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് സന്ധ്യയെ മാറ്റിയിരിക്കുകയാണ്. ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. ലേബി സജീന്ദ്രൻ, ആശുപത്രിയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ പ്രതീക്ഷ നൽകുന്നതാണോ? സന്ധ്യയ്ക്ക് എങ്ങനെയുണ്ട്? സുജയ, ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന സന്ധ്യയുടെ ശസ്ത്രക്രിയ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്നത്. ഇവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ സന്ധ്യയുടെ കാലിന്റെ രക്തഓട്ടം തീരെ ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത്. അതീവ ഗുരുതരാവസ്ഥ എന്ന് മൊത്തത്തോടെ പറയാനാകില്ലെങ്കിലും കാലിന്റെ നില അതീവ ഗുരുതരം തന്നെയാണ്. ഏതായാലും ലൈഫ് ത്രെട്ട് ഇല്ല എങ്കിലും കാലിന്റെ നില അതീവ ഗുരുതരം എന്നുള്ള കാര്യം തന്നെയാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. കാലിന് പൾസ് തീരെ അത് തന്നെയാണ് ഡോക്ടർമാർ ഉപയോഗിച്ചിട്ടും ഇല്ലായിരുന്നു. അപ്പോൾ രക്തഓട്ടം തീരെ ഇല്ല എന്നുള്ള ആശങ്കയിൽ തന്നെയാണ് പ്ലാസ്റ്റിക് സർജന്മാരും ഒപ്പം ഓർത്തോ വിഭാഗവും ഇവിടെ പരിശോധന നടത്തിയത്. അതിനുശേഷമാണ് ശസ്ത്രക്രിയയ്ക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. സുജയ, ഇപ്പോൾ അർജുൻ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണ് സന്ധ്യയോട് ഇനി ഈ വീട്ടിലെ വിവരങ്ങൾ പറയുക എന്നുള്ള ആശങ്ക തന്നെയാണ് ആശുപത്രി അധികൃതർക്കുള്ളത്. കാരണം സന്ധ്യയ്ക്ക് ഒരു അല്പബോധാവസ്ഥയിലും തിരക്കുന്നത് സ്വാഭാവികമായും ഭർത്താവിനെ കുറിച്ചാണല്ലോ. ബിജുവിൻ്റെ മരണവാർത്ത എങ്ങനെ സന്ധ്യയെ അറിയിക്കുമെന്നറിയില്ല. അതുപോലെ തന്നെ ഒന്ന് ഓർത്തു നോക്കുക, മകൻ ആദർശ് 15 വയസ്സുള്ള കുഞ്ഞാണ് കൈവിട്ടു പോയത്. ക്യാൻസർ ബാധിതനായി ആ കുഞ്ഞ് മരിച്ചതിൻ്റെ ആഘാതത്തിൽ നിന്ന് മുക്തയായിട്ടില്ല സന്ധ്യ. അത്രയും വളരെ ദയനീയമായ ഒരു സാഹചര്യത്തിൽ, ഏറ്റവും ദുഃഖകരമായ സാഹചര്യത്തിൽ ജീവിതം ഒരു തരത്തിൽ അതിജീവിച്ച് വരുന്നതേയുള്ളൂ സന്ധ്യ. അതിനിടയിൽ ഭർത്താവിൻ്റെ വിയോഗ വാർത്ത എങ്ങനെയാ സന്ധ്യയെ അറിയിക്കും എന്നുള്ള ആശങ്ക തന്നെയാണ് ഇവിടെയുള്ളവർക്കെല്ലാം ഉള്ളത്. ഏതായാലും വളരെ ദുഃഖകരമായ ഒരു അന്തരീക്ഷം തന്നെയാണ്. സന്ധ്യയ്ക്ക് ഏറ്റവും പെട്ടെന്ന് കാലിനൊന്നും വരാതെ, ഏറ്റവും ഡോക്ടർമാർക്ക് അത് ആ കാലിൻ്റെ ശേഷിക്കുറവൊന്നും വരാതെ ഇത് തിരിച്ചു പിടിക്കാൻ സാധിക്കട്ടെ. ഏതായാലും ഡോക്ടർമാർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ലേബിയിലേക്ക് വീണ്ടും എത്താം. ഞാൻ രാഹുൽ സുരേഷിലേക്ക് ഒന്ന് പോകുന്നു.